കടയിൽ നിന്നൊരു ബ്രൗണിയും കുത്തി കയറ്റി ഹെൽമെറ്റും വെച്ച് വണ്ടിയും എടുത്ത് നേരെ അങ്ങനെ പട്ടായ ജോംറ്റിയൻ ബീച്ചിലേക്ക് എത്തിപ്പെട്ടു. 2 ദിവസമായി പല്ല് തേക്കാത്തതുകൊണ്ടും നല്ല രീതിയിൽ വിശക്കുന്നതുകൊണ്ടും നേരെ പോയി ഒരു കോൾഗേറ്റും ബ്രഷും മേടിച്ചു. ഏതൊരു ഫുഡ് മേടിച്ചാലും ഇൻസ്റ്റന്റ് ആയി തായ്ലൻഡിലെ 7-Eleven ചൂടാക്കി തരും. അങ്ങനെ ആ ഫുഡും എടുത്ത് നേരെ പുറത്തു പോയി വണ്ടിയുടെ പൊക്കത്ത് കയറിയിരുന്ന് അങ്ങനെ ആ ചിക്കൻ സാൻഡ്വിച്ച് തിന്നു. ബ്രൗണിക്കും മധുരം, പിന്നെ ചിക്കൻ്റെ സാധനത്തിനും മധുരം, ഈ ജ്യൂസിനും മധുരം. എങ്ങോട്ടായി പോണേ? വിശപ്പ് മാറാത്തത് കൊണ്ട് തന്നെ നേരെ വീണ്ടും ഒരു ചിക്കൻ സാൻഡ്വിച്ച് എടുത്ത് ചെറിയ 2 സ്നിക്കേഴ്സും എടുത്ത് കൗണ്ടറിൽ ചെന്നപ്പോഴാണ് ചെറിയ സ്നിക്കേഴ്സ് എടുക്കുന്ന പൈസയ്ക്ക് വലിയ സ്നിക്കേഴ്സ് അവർ എനിക്ക് ഓഫറിൽ തന്നത്. അങ്ങനെ അടുത്ത ചിക്കൻ സാൻഡ്വിച്ചും കഴിച്ച് 2 സ്നിക്കേഴ്സും കൈ പിടിച്ച് ജോംറ്റിയൻ ബീച്ചിന്റെ ചുവന്ന പടവുകൾ ഞാനങ്ങനെ നടന്നിറങ്ങി. നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന കടലും നോക്കി വെള്ളത്തിലേക്ക് ഉളിയാമ്പാൻ തയ്യാറായി നിൽക്കുന്ന സൂര്യനെ നോക്കി ഞാനവിടെ കുത്തിയിരുന്ന് പയ്യെ 2 സ്നിക്കേഴ്സ് കഴിക്കാൻ തുടങ്ങി. ഈ ഒരു കടൽ തീരത്ത് കുത്തിയിരുന്ന് ഈ സ്നിക്കേഴ്സ് കഴിക്കാൻ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇവിടെ ഇപ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. സമാധാനം അതാണല്ലോ മെയിൻ. വൈകുന്നേരം വരെ ജോംറ്റിയൻ ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം വളരെ കുപ്രസിദ്ധമായ ആ വാൽക്കിംഗ് സ്ട്രീറ്റിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. പബ്ബുകളിലൊന്നും കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നേരെ ഞാനൊരു തോക്കെടുത്ത് വെടിവെക്കാനായി പോയി. വെടിവെപ്പെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് ഞാൻ ആ പേപ്പർ തുളച്ച് വിക്ടിമിനെയും കൊലയാളിയെയും കൊന്നു. കുറെ നേരം വാൽക്കിംഗ് സ്ട്രീറ്റിലൂടെ നടന്നതിന് ശേഷം കുറച്ച് പീസ് ഔട്ട് ആവാനായി നേരെ പുറത്തേക്ക് ഇറങ്ങി ഒരു കാറിൽ വെച്ചിരിക്കുന്ന പാട്ടും കേട്ട് വളരെ നേരം ബീച്ചിലേക്ക് നോക്കിയിരുന്ന് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ബാക്കി നാളെ.